ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ സ്കിൻ കെയർ എല്ലാം ചെയ്ത് താഴേക്ക് പോവാണ്. നത്തിങ് സ്പെഷ്യൽ. എൻ്റെ ലൈഫിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായിട്ട് ഓയിൽ പുള്ളിങ് ചെയ്യുന്നുണ്ട്. ആദ്യം ഇതിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിയേർഡായിട്ട് തോന്നിയൊരു കാര്യമാണ്. പക്ഷെ ട്രൈ ചെയ്തപ്പം നോട്ട് റിയലി ദാറ്റ് ബാഡ്. ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ വായിൽ വെച്ചുകൊണ്ടിരിക്കണം. ചെയ്തിട്ട് എനിക്ക് നല്ല ഫ്രഷ് ആയിട്ട് തോന്നുന്നു. ഇനിയിപ്പോൾ കാപ്പി കുടിക്കാനായി. ഇടഞ്ഞു തന്നെ പത്രം വായിക്കാൻ കുറച്ച് മടിയാ. പക്ഷെ എന്നാലും കാപ്പി കുടിക്കുന്ന സമയത്ത് കുറച്ചു നേരം നോക്കിയാൽ കുറച്ച് ന്യൂസൊക്കെ വായിക്കും. എൻ്റെ കുറച്ച് ക്ലോത്ത്സ് ഒക്കെ അലക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി. അതിൽ കുറച്ച് കളർ ഇളകുന്നുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് കഴുകാണ്. ഇത് ഞാൻ ലാസ്റ്റ് ഡേ ഇട്ട വീഡിയോയിലെ ആ ടോപ്പാണ്. എനിക്കിതൊന്ന് കഴുകി കാണണമെന്നുണ്ടായിരുന്നു. കഴുകി കഴിയുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഇരിക്കുന്നതെന്നൊക്കെ അറിയാലോ. സോ അതും ഒന്ന് വാഷ് ചെയ്തു. രാവിലെ കിട്ടിയ കോഫി ഞാൻ ഇപ്പോഴാണ് കുടിച്ചു ചേർത്തത്. എനിക്ക് ചൂടോടെ കുടിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഇച്ചിരി ആറി കുടിക്കുന്നതാണ് സുഖം. അങ്ങനെയാണെങ്കിൽ ഒറ്റ വരിക്ക് കുടിച്ചു ചേർക്കാമല്ലോ. കുറേ നേരം വീഡിയോ എടുത്താൽ ഞാൻ അത് എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടിരിക്കും. സോ ഞാൻ ഓൾറെഡി എടുത്ത അത്രയും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ കഞ്ഞി, പന്നി, പോത്ത്, ചമ്മന്തി. കഞ്ഞി എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ചിലർക്ക് അങ്ങനെ രാവിലെ ചോറ് കഴിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് എപ്പോഴും രാവിലെ ഇതായിരുന്നു. അങ്ങനെ ഒരു ശീലമായതാണ്. അപ്പം ഇങ്ങനെ വീട്ടിൽ വരുമ്പോഴേ കഴിക്കുന്നുള്ളൂ. കഞ്ഞി കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു ആൻറ്റിയും കസിനും കൊച്ചൊക്കെ കൂടി വന്നു. പിന്നെ കുറച്ച് നേരം അവരുടെ കൂടെ ആയിരുന്നു. 4 എന്താ ചെയ്യുന്നേ? പാലക്കാടൻ മാങ്ങ. മാങ്ങയുടെ പേര് സിന്ദൂരം. കഴിക്കുമ്പം എൻ്റെ തൊലിക്ക് നല്ല ചുവപ്പ് നിറം വരും. ഞങ്ങൾ പാലക്കാട് പോയായിരുന്നു. അവിടുന്ന് കൊണ്ടുവന്ന മാങ്ങയാണ്. മാങ്ങയെല്ലാം കേടാവാതെ ഓരോ മാങ്ങയും പഴുപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള പപ്പയുടെ ടെക്നിക്കാണിത്. ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് പത്രത്തിൽ പൊതിഞ്ഞ് വെക്കണമെന്ന്. പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കൊണ്ടുവന്നുണ്ട്. നന്നായിട്ട് ഈ ഇത് ഫുൾ ഇങ്ങനെ നല്ല റെഡ് കളറാവും ശരിക്കും പഴുത്ത് കഴിയുമ്പോൾ. ഫുഡ് ഉണ്ടാക്കാനായിട്ട് കൊച്ചെന്തെങ്കിലും പരിപാടി ചെയ്തോ? മീൻ കറി. ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് തുണി അലക്കിയിരുന്നതെല്ലാം വിരിക്കുകയാണ്. രാവിലെ അലക്കിയിട്ട് ടോപ്പ് താണ്ടി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഒന്നും പറ്റിയില്ല. എനിക്ക് പെട്ടെന്ന് ഒരു ഡ്രസ്സ് തയ്ക്കാൻ തോന്നി. അപ്പം അമ്മേൻ്റെ കുറച്ച് പഴയ നൈറ്റീസൊക്കെ തപ്പിയെടുക്കണം. ഒന്നും ഉപയോഗിക്കാതെ. ഓക്കെ, റെഡി ആയിട്ട് ക്ലോത്ത്സ് ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് വീട്ടിലിടാനാണ്. സോ അമ്മേൻ്റെ ഇതിലും പഴയ നൈറ്റീസ് ആണെങ്കിൽ നല്ല ഇട്ടുള്ളൂ. അതാവുമ്പോൾ ആവശ്യത്തിന് മെറ്റീരിയൽ ഉണ്ടാവില്ല. പീച്ചും മഞ്ഞയും. അതെ, ഇത് കൈ ഇല്ലാത്തതാണ് രസം. 7 ഷോൾഡർ വരുന്നുണ്ടല്ലോ, അത്രയും തന്നെ വെച്ച് വെട്ടുക. ബോട്ടം പാർട്ട് ആദ്യം തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തതുകൊണ്ട് ആവശ്യത്തിന് തുണി അത് കിട്ടി. ഇനി ഈ ഭാഗത്തു നിന്ന് വേണം മേലെ ഫ്രണ്ടും ബാക്കും മുറിച്ചെടുക്കാൻ. ഇച്ചിരി കഷ്ടപ്പെട്ടു. പീസൊക്കെ ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതെല്ലാം എടുത്തൊന്ന് തേച്ച് റെഡിയാക്കി തയ്ക്കാൻ പോവാണ്. അപ്പോഴത്തേക്കും അമ്മ പുറത്ത് എന്തോ പണി. പയറിന് കമ്പ് കുത്തി കൊടുക്കുന്നു. പയർ, കോളിഫ്ലവർ, സ്പിനാച്ച്, ടൊമാറ്റോ, ക്യാബേജ്, മുളക്. ചെടി എടുക്കാൻ ആരോ വന്നിട്ടുണ്ട്. നല്ല കാറ്റ്. ഫ്രണ്ട് പീസ് മാത്രം ഇങ്ങനെ കറക്റ്റ് വരുന്ന പോലെ എടുത്തു. ബാക്കിയെല്ലാം പാട്ടാണ്. താഴെഭാഗം താഴത്ത് നല്ല പീസ് മുറിച്ച് കിട്ടിട്ടോ. പിന്നെ ഇതിലുണ്ടായിരുന്ന ലേസ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതുകൊണ്ട് ഞാൻ അത് അഴിച്ചെടുത്തു. ബാക്ക്, ഫ്രണ്ട്. ഒരു കാപ്പി കുടിച്ചാൽ പറഞ്ഞേ.
ഇപ്പൊ കണ്ട ശരിക്കും നൈറ്റ് പോലെ ഉണ്ടല്ലേ. ആണ് നമ്മുടെ സംഭവം. പക്ഷേ നിഴല് ഭയങ്കരമായിട്ട് അടിക്കുന്നു. ഇപ്പം ഇതില്ല, വെയിലത്ത് നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് നിഴലടിക്കും. സോ ഒരു ലൈനിങ് കൂടി ഫിറ്റ് ചെയ്യാനാണ് പ്ലാൻ. ഷേപ്പാവും. വി ഡു ഹാവ് എ പ്രോബ്ലം സോൾവർ ഹിയർ. Who is giving Papa's Mundu to give me lining? നീ എങ്ങനെ ചെയ്യും? അപ്പം പിന്നെ ലൈനിങ് എല്ലാം മടക്കി അടിക്കേണ്ടി വരില്ലേ? കഴുത്ത് മടക്കി അടിക്കണം. Double task. Is it? This is what I don't like. So you will do, right, Mama? മുക്കാലല്ലേ ആയേ? ഞാൻ പൊളിക്കണോ? വേണ്ട, ഞാൻ പൊളിച്ചോളാം. അത് ഇല്ല, ഞാൻ പൊളിക്കും. വേണ്ട വേണ്ട. ഇങ്ങനെ തയ്യലോ വേറെ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു രീതിയിലും അമ്മേനെ ഹെൽപ്പ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടി. സമയം 7 മണിയായി. ഞാൻ കുളിക്കാൻ പോവാണ്. നൈറ്റ് ടൈം സ്കിൻ കെയർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സിറമും മോയ്സ്ചറൈസറും. മറ്റേ ഡ്രസ്സ് തയ്ച്ചു തീർന്നില്ല. അപ്പോഴത്തേക്കും പിന്നെ കുറച്ച് തിരക്കായി. ഞാൻ 2 ദിവസം മുമ്പ് ഒന്ന് ഹെയർ ബോട്ടോക്സ് ചെയ്തതാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അതൊന്ന് കട്ട് ചെയ്യണം. അപ്പം ഇന്നിപ്പം അമ്മ എനിക്കതൊന്ന് ഷേപ്പ് ചെയ്ത് തരും. ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ വെട്ടി വെച്ചിരിക്കുന്ന മുടിയ കേൾസ് ഇടയിലുണ്ടായിരുന്നുകൊണ്ട് അത് അത്ര മനസ്സിലാവത്തില്ലായിരുന്നു. യാതൊരു കൂടുതലില്ലാതെ അത് അപ്പം വൃത്തി ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ രാത്രി ആയപ്പോഴത്തേക്ക് അമ്മ തയ്ച്ചു തന്നു. പിന്നെ അപ്പം അതെനിക്ക് കാണിക്കാണ്ടിരിക്കാൻ തോന്നി. രാത്രി 10:30 വരെ ഇരുന്ന് തയ്ച്ച് അമ്മ എനിക്കിത് റെഡിയാക്കി തന്നിരിക്കുന്നു. പ്ലെയിൻ നൈറ്റ് ഡ്രസ്. യെസ്, ബട്ട് ദ കളർ ഇസ് ലൈക്ക് സോ പ്രിറ്റി. ഇവിടെയാണ് ആരാ. I really love it. ഇപ്പം സമയം 10:45. ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ഇൻ മൈ ലൈഫിലെ ഡേ മൊത്തം ഞാൻ എടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഇഫ് യു ഗൈസ് ഹാവ് ടേക്കൻ യുവർ ടൈം ടു വാച്ച് ദ എൻറ്റയർ വീഡിയോ, താങ്ക് യു സോ മച്ച്. എന്നാലും ഇന്നുമായിട്ട് എനിക്ക് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം സോ ഹാപ്പി. നമ്മൾ വിചാരിക്കാണ്ടിരിക്കുന്ന സമയത്ത് റാൻഡമായിട്ടൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക, ആളുകൾ കാണുക, അങ്ങനെ അവർ ആ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ സബ്സ്ക്രൈബ് ചെയ്തത്. I hope I can keep up to the expectation of my new subscribers too. Thank you so much for the support. This was a very simple day. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ please do like. Until next time, bye. Good night.